ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ സർജറിയെ പറ്റിയും നയനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ കനകി, അതുപോലെ തന്നെ അനി, ആദർശ്, നന്ദു. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ചാർജ് ആവുന്ന കാര്യങ്ങളും ഇനി എപ്പോഴാണ് ഡിസ്ചാർജ് ആവുക എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് അത് ഡോക്ടർ പറയും, കുറച്ച് ദിവസം എന്തായാലും ഇവിടെ കിടക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ആ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അനാമിക കടന്നു വരുന്നത്. അനാമിക പിന്നെ നന്ദുവിനെയും അതുപോലെ തന്നെ അനിയെ ഒരുമിച്ച് കണ്ട പിന്നെ പറയണോ പൂരം. അങ്ങനെ ഓടി വന്ന് ആകെ അനിയെടുത്ത് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ്, ഓ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അവസരം എല്ലാവരും ഒരുക്കി തരികയാണല്ലേ, ഇതിനാണല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒത്തുകൂടാനുള്ള ഓരോ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാക്കുന്നത്, ഇതായിരുന്നല്ലോ ഇപ്പം നിങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ആകെ അനാമിക പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അവരെ പറയുന്നത് പോട്ടെ, നന്ദുവിനെയും നയനേനെയും എല്ലാവരെയും പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ, മോശമായ രീതിക്ക്. അതുമാത്രമല്ല അവസാനം കനകയെ നോക്കിക്കൊണ്ട് പറയാണ്, ഇങ്ങനെ ഒരു അമ്മയുണ്ടെങ്കിൽ ഇവർക്ക് ഇനി കുഞ്ഞാക്കിയിട്ട് അതും ഇനിയിപ്പോൾ അനിയുടെ തലയിലിട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ ആ തറവാട്ടിൽ കയറ്റാനുള്ള പരിപാടിയായിരിക്കും അമ്മയുടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അമ്മയെ മോശമായി പറയുന്ന സമയത്ത് അനിക്ക് ആകെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അനി അനാമികേൻ്റെ മുഖത്തിനിട്ട് ഒരൊറ്റ പൊട്ടീര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എന്നാൽ പിന്നെ എന്നെ കൊല്ലട നീ, അവരെ പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലാലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ നീ ഒന്ന് ഇവിടുന്ന് പോ, ഇല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് കൊന്നുപോയി, ഇവിടുന്ന് പൊക്കം ഇവിടുന്ന് പറഞ്ഞിട്ട് അനാമിക ആകെ ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, മോനെ അടിക്കണ്ടായിരുന്നു മോനെ, എന്തിനാണ് ഇപ്പം മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അതിപ്പോൾ എനിക്കാണെങ്കിലും നല്ലപോലെ ദേഷ്യം വന്നു, ആരായാലും അങ്ങനെ പെരുമാറും, അങ്ങനെയാണ് അവളുടെ പെരുമാറിയത്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ആദർശം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, അടിച്ചതിൽ ഒരു തെറ്റില്ല എന്നുള്ള രീതിക്ക്. ശേഷം അനാമിക വേഗം വീട്ടിലേക്ക് പോയിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പരാതി പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, നമുക്ക് വേഗം ആ തറവാട്ടിക്ക് തന്നെ പോയി അവിടെ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും ഈ പാടോടുകൂടി, നീ ശരിക്കും ഇങ്ങോട്ടായിരുന്നില്ല വരേണ്ടത് മോളെ, നേരെ ആ പാടോടുകൂടി അങ്ങോട്ട് പോയി പറയാമായിരുന്നില്ലേ വീട്ടിൽ അനിയുടെ അമ്മയുടെ അടുത്തൊക്കെ, നീ എന്താ നമുക്ക് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് വേഗം തറവാട്ടിലേക്ക് ചെല്ലുമായിരിക്കും കേട്ടോ. അവിടെ അനാമികയും അച്ഛനും അമ്മയും കൂടി വരുന്നത് കാണുമ്പോൾ ജലജയ്ക്കും അതുപോലെ തന്നെ ജാനകിയും വന്നു മോളെ വന്നു ഇങ്ങനെ ഭയങ്കര സൽക്കാരമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ രേവതി ആണെങ്കിലും പറയുന്നുണ്ട്, പോയ പോലെയല്ല വന്നിരിക്കുന്നത്, അവളുടെ മുഖത്ത് നോക്കിയേ നിങ്ങളുടെ മകനെ അടിച്ചതാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പിന്നെ വേണു ആണെങ്കിലും പറയുന്നുണ്ട്, ഇങ്ങനെ അടികൊള്ളാനാണെങ്കിൽ ഞങ്ങൾ മോളെ കെട്ടിച്ച് അയക്കില്ലായിരുന്നു, ശരിക്കും ഞങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങോട്ടല്ല വരേണ്ടത്, പോലീസ് കേസ് ആക്കാണ് ചെയ്യേണ്ടത്, പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്, മോന് വേറൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എൻ്റെ മോളെ കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആകെ സീനുണ്ടാക്കുക കേട്ടോ നമ്മുടെ വേണു ആണെങ്കിൽ. അപ്പം നമ്മുടെ ജാനകി ആണെങ്കിൽ ഞാനൊന്ന് അവനെ ഇപ്പം തന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോണ് വിളിക്കുമ്പോൾ നമ്മുടെ അനി എടുക്കുന്നേ ഇല്ല കേട്ടോ. എന്നിട്ട് പിന്നെ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, നീ അറിയാതെ പോലും ആ ഒരു ദേഷ്യത്തിൽ നയനയാണ് കരൾ കൊടുത്തെന്നുള്ള കാര്യമൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം അനി തറവാട്ടിലേക്ക് ബൈക്ക് കൊണ്ട് വന്ന് ഇറങ്ങുമായിരിക്കും കേട്ടോ. വന്ന ഉടനെ നമ്മുടെ ജാനകി ചോദിക്കും, നീ എന്താ പണിയാണ് കാണിച്ചത്, എന്തിനാണ് ഇവിടെ അടിച്ചത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനിയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ആരെങ്കിലും വേണ്ടാത്ത പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ജാനകി പറയുന്നുണ്ട്, നിനക്ക് എന്തിനാണ് അവരുടെ അടുത്ത് ഇത്ര സിമ്പതി തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട്, ദേഷ്യം കടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ, കാരണം അറിയാതെ പോലും പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നയനയുടെ കാര്യമൊന്നും, അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അനിയാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.